Hi guys, welcome back to our channel. സോ ഞങ്ങൾ പോസ്റ്റർ കണ്ട് വന്നേ ഉള്ളൂ. നമ്മുടെ ജയറാമന്റെ പുതിയ സിനിമ. ഈ സിനിമ കാണാൻ മെയിൻ ഘടകം എന്ന് പറയുന്നത് രണ്ടുമൂന്ന് പേരായിരുന്നു. അതിൽ ഫസ്റ്റ് പറയുന്നത് മിഥുൻ മാനുവൽ തോമസ്, അതെ നമ്മുടെ ഡയറക്ടർ. അഞ്ചാം പാതിരൊക്കെ ചെയ്ത് ആടൊക്കെ ചെയ്ത് അത്രയും ഹിറ്റായ ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിൽ ഇപ്പൊ നമുക്ക് എന്തായാലും എക്സ്പെക്ടേഷൻ ഭയങ്കര ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിലറും പിന്നെ ജയറാമേട്ടൻ ഓഫ് കോഴ്സ് ഒരു തിരിച്ചറിവ് ആഗ്രഹിക്കുന്ന ഒരാളുകൂടിയാണ്. പിന്നെ നമ്മുടെ മമ്മൂക്കുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു റൂമറും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. ഈ മൂന്ന് മെയിൻ ആയിട്ടുള്ള 3 പാർട്സ് ആയിരുന്നു മെയിനായിട്ട് ഈ സിനിമയിൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കാണാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. ഇനി പടത്തിലേക്ക് വരാം. പുള്ളി നിരാശപ്പെടുത്തിയില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ. ഒരു ഇമോഷണൽ ഡ്രാമ, ഇമോഷണൽ ത്രില്ലർ ആ ഒരു ജോണറിലാണ് വന്നിട്ടുള്ളത് സിനിമ. ഒരു അഞ്ചാം പാതിര പ്രതീക്ഷിക്കേണ്ടത്. അത് ഓൾറെഡി നമ്മൾ പുള്ളി ഡയറക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അഞ്ചാം പാതിര പോലത്തെ ഒരു സിനിമയാണ് പ്രതീക്ഷിച്ചെങ്കിൽ 6-ാം പാതിര ഇറക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. ഇതങ്ങനത്തെ സിനിമയല്ല, ഇതൊരു ഡിഫറെന്റ് കൈൻഡ്, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഇമോഷണൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലേ? പക്ഷെ അടിപൊളിയാണ്. അതേപോലെ അഞ്ചാം പാതിരയുടെ പോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോറി ഇൻവെസ്റ്റിഗേഷൻ പോണത് അതേപോലെ തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യം പറയാനുള്ളത് മമ്മൂക്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നിങ്ങൾ പോയി കാണും. അടിപൊളിയാണ്. പുള്ളി എന്തിനാണ് പോസ്റ്റ് എനിക്ക് അറിയില്ല. പുള്ളി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ പിന്നെ അതൊരു ഇപ്പൊ റൂമർ അല്ല എന്നുള്ളത് ഓൾറെഡി വന്നു. പക്ഷെ ഒക്കെ ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറക്കായിരുന്നു തോന്നി. കാരണം പടം ഇറങ്ങിയ ദിവസം തന്നെ പുള്ളി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടായിരുന്നു എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടില്ല. അതാണ് നിങ്ങൾ പോയി കാണേണ്ടത്. അത് കാണേണ്ടതാണ്. അത് നന്നായി. അത് മാത്രം അതുകൊണ്ട് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് അതെന്താ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കുണ്ട്. അത് റൂമർ ആയത് ശരിയാണ്. ഇപ്പൊ പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് നമുക്ക് പറയാം, കുഴപ്പമില്ല, ശരിക്കും നമുക്കുണ്ട്. പിന്നെ ജയറാമേട്ടന്റെ പറയുന്ന പെർഫോമൻസ്, ജയറാമേട്ടൻ കസറി. നമ്മള് സാധാരണ കാണുന്ന ജയറാമേട്ടനെ പോലെ അല്ല. ഒരു നോർമലായ ഒരു സാധാരണക്കാരനായ ഒരു പോലീസുകാരൻ, കുറച്ച് ഇമോഷണൽ ഡ്രോമയിൽ കടന്നു പോകുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഉള്ളത്. പുള്ളിയിലൊക്കെ ഇമോഷണൽ മറ്റേ സലാം കാശ്മീർ പോലെ അങ്ങനത്തെ സാധനങ്ങളല്ല. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജയറാമേട്ടന്റെ സിനിമയിൽ കാണാം. പിന്നെ കഥ ഒന്നും പറയുന്നില്ല, കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് ഇത് കണ്ട് എക്സ്പീരിയൻസ് ഉണ്ടോന്നുകൊണ്ടാണ് കഥയുടെ കാര്യങ്ങൾ ഒന്നും നമ്മൾ പറയുന്നില്ല. കാരണം അത് നിങ്ങൾ പോയി കാണേണ്ട സിനിമയാണ്. അത് ത്രില്ലർ ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. കഥയെ വെച്ചിട്ടൊന്നും കുറെ സസ്പെൻസുകളും ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് ഒന്നും പറയുന്നില്ല. പറയാനുള്ളത് എനിക്ക് പെർഫോമൻസുകളായിരിക്കും. കുറെ പേര് പെർഫോമൻസ് പറയേണ്ടതില് ഫസ്റ്റ് നമുക്ക് പറഞ്ഞാൽ ജയറാമേട്ടൻ പറഞ്ഞാൽ അടിപൊളി പറഞ്ഞല്ലോ. ഓൾറെഡി നല്ല പെർഫോമൻസ് ആണ്. അതല്ലേ പുള്ളിക്കാരന്റെ ഒരു വെറൈറ്റി റോളാണ്, ഒരു കംബാക്ക് ഓഫ് ജയറാമൻ എന്ന് പറയാം. കാരണം പുള്ളിക്കാരൻ സിനിമകളിൽ അത് കുറെ കണ്ടിട്ടില്ല. അടിപൊളി പെർഫോമൻസ്. പിന്നെ അതേപോലെ ഒരു പഴയ കാലഘട്ടം കാണിക്കണ ഒരു അതിലുള്ള പിള്ളേര് ഒരു 3-4 പിള്ളേര് കാണിക്കുന്നുണ്ട്. അയ്യോ അത് ഗംഭീരമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരുന്നു. പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരു പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗാനശ്വരി ഉണ്ട്, വന്നിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. ചിലപ്പോ മറ്റേ നേരിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ നല്ല പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ടു ബാക്ക് നല്ല റോൾസ് കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൽ ജഗദീഷ് ഉണ്ട്, ഉണ്ട്, ഒരുപാടുണ്ട്. അരുതം, അതൊക്കെയാണ് പറയാനുള്ളത്. മെയിൻ ക്യാരക്ടേഴ്സ് നല്ല പെർഫോമൻസുകളായിരുന്നു. പിന്നെ നമ്മൾ മമ്മൂക്കുണ്ട്. മമ്മൂക്കയുടെ പെർഫോമൻസ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല, ഇതിന്റെ ഡീറ്റെയിൽസ് ആരും പറയുന്നില്ല. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാ മമ്മൂക്ക. പിന്നെ മ്യൂസിക് നന്നായിട്ടുണ്ട്. സംഭവം ഞാനൊരു 5-ാം പാതിര പോലത്തെ ഒരു കിക്ക് പ്രതീക്ഷിച്ചിരുന്നു. സോങ്സ് ഒന്നുമില്ല. ഈ BGM നമുക്ക് ത്രില്ലർ സിനിമയിലുള്ള BGM എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു സത്യമാണ്. അത് കാരണം ട്രെയിലറിലുള്ള സംഭവം സിനിമയിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. പക്ഷെ അവസാനം കാര്യം കുഴപ്പമുണ്ടായില്ല. പക്ഷെ എനിക്കെന്തോ എവിടേക്കും മിസ്സിങ് പോലെ തോന്നിയത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്റെ കുഴപ്പമായിരിക്കാം. ഞാൻ 5-ാം പാതിര പോലത്തെ സാധനമൊക്കെ പ്രതീക്ഷിച്ചു ആ ഒരു മ്യൂസിക്കില്. അതെ, ചെയ്ത് പഠിപ്പോ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്തുള്ളത് എന്റെ കുഴപ്പമാണ്. അത് ഞാൻ കുറ്റം പറയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ലൊക്കേഷൻസ് സിനിമയിലുണ്ട്. തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ കഥ നടക്കുന്ന ഒരുപാട് തൃശ്ശൂരൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അറിയുന്ന ഒരുപാട് സ്ഥലങ്ങൾ സാധാരണ ഞങ്ങൾ നാട്ടിൽ തന്നെ ഷൂട്ടിംഗ് അധികം കണ്ടിട്ടൊന്നുമില്ല. അറിയുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ചായതീരം, വടൻപള്ളി ബീച്ച്, അങ്ങനെ ഒരുപാട് മുറ്റിച്ച് പാലമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം, സിനിമയിൽ കാണുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറെയൊക്കെ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. നിങ്ങളെല്ലാം കണ്ടു നോക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്തായാലും നല്ലൊരു ഫസ്റ്റ് വാച്ച് തന്നെയാണ് ശരിക്കും. നല്ലൊരു
ജയറാമേട്ടന് തിരിച്ചു കിട്ടുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ഒന്ന് കണ്ടു നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സസ്പെൻസ് ത്രില്ലർ ആണ്, എല്ലാവരും പോയി കാണും. അതെ, എന്തായാലും കലക്കും സംഭവം, കൊള്ളാം. എന്തായാലും അത്യാവശ്യം ഒരു തിയേറ്റർ റണ്ണ് പ്രതീക്ഷിക്കുന്നുണ്ട് സിനിമയ്ക്ക്. അപ്പൊ എന്തായാലും കണ്ടവർ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, കാണാത്തവർ പോയി സിനിമ കാണുക, തിരിച്ചു വരിക, എന്നിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.